ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 154. ഇന്ന് അനുഭാഗം മണ്ഡലം 1 അനുഭാഗം 15 96-ാമത്തെ അധ്യായമാണ്. ഇതിലെ ദേവത അഗ്നിയാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജം, എല്ലാ തരത്തിലുള്ള ഊർജം, വെളിച്ചം, പ്രകാശം, ഇലക്ട്രിസിറ്റി, ബലങ്ങളെല്ലാം അതിലാണ് പെടുക. ഫോഴ്സ്, അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എല്ലാം ഇതിലാണ് പെടുക. അപ്പം അഗ്നിയെ പറ്റിയുള്ള പരാമർശമാണ് ഇവിടെ നടക്കുന്നത്. അതെന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 96-1. ഋഷി കുത്സൻ ദേവത അഗ്നി. ഛന്ദസ് തൃഷ്ടുപ്. സപ്രജ്ഞധാ സഹസാ ജായമാന സദ്യ കവ്യാനി ബളധത്ത വിശ്വാ ആപശ്ച മിത്രം തിഷണാച്ച സാധൻ ദേവാ അഗ്നിം ധാരയൻ ദ്രവിണോദാം. തടികഷ്ണങ്ങളുടെ കർഷണത്തിൽ നിന്നും ഉണ്ടായ അഗ്നി എല്ലാ ജ്ഞാനവും അതിവേഗം ഗ്രഹിച്ചു. ധനദായകനായ അഗ്നിയെ ജലവും ഭൂമിയും മിത്രമാക്കി. ദേവഗണം ദൂതന്റെ രൂപത്തിൽ നിയുക്തനാക്കി. ശക്തിയായിട്ട് ഘർഷണം നടത്തുമ്പോൾ, വരസുമ്പോഴാണ് തീ പ്രകടമാകുന്നത്. അപ്പോൾ ആദ്യം തീ പ്രൊഡ്യൂസ് ചെയ്തത് തന്നെ കടഞ്ഞിട്ടാണ്, ഒരസിയിട്ടാണ്. ആദ്യത്തെ അഗ്നി, മനുഷ്യൻ ഉപയോഗിക്കുന്ന അഗ്നി ഒരസലിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നും നമ്മൾ ഒരസിയിട്ട് തന്നെയാണ്, ആ ഘർഷണത്തിലൂടെ തന്നെയാണ് നമ്മുടെ സാധാരണ നിലയിലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അഗ്നിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തീപ്പെട്ടി ഒരസിയിട്ട് തന്നെയാണ്, ഒരസലിലൂടെയാണ് ആദ്യത്തെ അഗ്നി നമ്മൾ ഈ കാണുന്ന തീ പ്രകടമാക്കുന്നത്. അതോ എല്ലാ ജ്ഞാനവും അതിവേഗം ഉൾക്കൊള്ളുന്നു. ആ അഗ്നിക്ക് എല്ലാ ജ്ഞാനവും ആ അഗ്നിക്കാണുള്ളത്. നമ്മക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെയ്യാനൊരു ശക്തി വേണ്ടേ? ശക്തി ചെയ്യുന്ന ആരാണ്? അഗ്നിയാണ്. നമ്മളിപ്പോൾ അരി വേവിക്കുന്നു, വെള്ളത്തിൽ അരി ഇട്ടിട്ട് ചോറാക്കുന്നു, നമ്മളത് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അഗ്നിയാണ് ആ അരിയിൽ ഘടനയിൽ മാറ്റം വരുത്തിയിട്ട് ചോറാക്കി മാറ്റുന്നത്. നമുക്ക് പോലും അറിയില്ല, ശാസ്ത്രജ്ഞന്മാർക്കറിയാം, നമുക്കറിയില്ല അരിയുടെ അകത്ത് എന്താ സംഭവിക്കുന്നത്. നമ്മൾ ഇപ്പം ചോറ് വെക്കുന്നവരോട് ചോദിക്കുകയാണ്, ഈ അരിയിൽ എന്താ സംഭവിക്കുക ഇങ്ങനെ വെള്ളത്തിലിട്ട് ചൂടാക്കുമ്പോൾ? അതൊന്നും എനിക്കറിയില്ല, ഞാനിങ്ങനെ വേവിച്ചെടുക്കും. തിന്നുന്ന നമുക്കും അറിയില്ല. പക്ഷേ അഗ്നിക്കറിയാം. അഗ്നിയാണ് അരിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ സഹായത്തോടെ അതിൻ്റെ അകത്ത് ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തിയിട്ട് ചോറാക്കി തരുന്നത്. അപ്പം എന്ത് കർമ്മങ്ങൾ നടക്കുമ്പോഴും, ഇപ്പം സാമ്പാർ ഉണ്ടാക്കുന്നു, സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ കൊടുക്കുന്ന വസ്തുക്കളെല്ലാം എന്തെല്ലോ ആയി മാറിയിട്ടാണ് അതൊരു പുതിയ വസ്തുവായിട്ട് മാറുന്നത്. എന്തെല്ലോ രാസപ്രവർത്തനങ്ങൾ അതിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വെള്ളം വേറൊരു രൂപത്തിൽ മാറുന്നത്. അല്ല ആർക്കറിയാം? ചെയ്യുന്നയാരാണ്? അഗ്നിയാണ്. അപ്പം അഗ്നി എല്ലാ ജ്ഞാനത്തോടു കൂടിയാണ് വരുന്നത്. ധനദാതാവ്. അപ്പം നമുക്ക് ധനം നൽകുന്നതാണ് ഈ അഗ്നി. എങ്ങനെയാണ് ധനം നൽകുന്നത്? നമ്മൾ സാമ്പാർ ഉണ്ടാക്കി വെക്കും, ചോറുണ്ടാക്കിയിട്ട് വെക്കും, എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ്, അതിലൂടെയാണ്. അതുകൊണ്ട് ധനം നമുക്ക് നേടിത്തരുന്നത് അഗ്നിയാണ്. അരിയെ, വില കുറഞ്ഞ അരിയെ വില കൂടിയ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആയിട്ട് മാറ്റിയിട്ട് മൂല്യവർദ്ധകോൽപ്പന്നം ചോറാക്കി മാറ്റി തരുന്നത് അഗ്നിയാണ്, അതിൻ്റെ നോളജുകളിലൂടെ. ഇത് നമ്മളത് വെക്കുമ്പോൾ നമുക്ക് ലാഭം കിട്ടുന്നു, ധനം നേടിത്തരുന്നു. ജലവും ഭൂമിയും മിത്രമാക്കി. ജലവും ഭൂമിയെല്ലാം അതിൻ്റെ മിത്രമാണ്. കാരണം എന്തിനോട് സഹകരിക്കുന്നുണ്ട്? നമ്മൾ ചോറാക്കാൻ ജലം സഹായിക്കുന്നുണ്ട് അഗ്നിയെ. അരി ചോറാണ്ടി വെള്ളം വേണമല്ലോ. അഗ്നിയാണ്
ചോറാക്കുന്നത്. അതിന് വെള്ളം സഹായിക്കുന്നു. ജലവും ഭൂമിയെല്ലാം അതിൻ്റെ മിത്രമാണ്. ദേവഗണങ്ങൾ അതിനെ ദൂതനായി നിയമിച്ചു. ദൂതൻ എന്ന് പറഞ്ഞാൽ ദൂത് പോകുന്നവൻ, സന്ദേശം കൈമാറുന്നവൻ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. ദൂത് പോകുക എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയാണ് പറയുന്നത്. അതേത് അഗ്നിയാണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ ദൂത് സന്ദേശങ്ങൾ കൈമാറുന്നു. ആ അഗ്നിയുടെ തരംഗത്തിൻ്റെ മേലെ നമ്മളെ സന്ദേശങ്ങൾ പിടിപ്പിച്ചിട്ട് ആ കാരിയർ വേവ്സ് ആണ്. കുറച്ച് സയൻസ് പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശങ്കിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം അതൊന്നും ഇവിടെ പറയണ്ട. കാരണം കമ്മ്യൂണിക്കേഷൻ വേവ്സിൽ, കാരിയർ വേവ്സിൽ സിഗ്നലിനെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് എന്നെല്ലാം പറഞ്ഞുകൊണ്ടെല്ലാം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കാര്യമൊന്നും ശരിയാവില്ല. അപ്പം ലളിതമായിട്ട് പറഞ്ഞാൽ ഈ തരംഗമാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, തരംഗ രൂപത്തിലൊഴുകുന്ന ആ വേവ്സുമ്മൽ നമ്മളെ സംസാരങ്ങളും പിക്ചറും എല്ലാം അതിൻ്റെ മേലെ കയറി പിടിപ്പിച്ചിട്ട് ദൂരസ്ഥലത്തേക്ക് അത് കൊണ്ടുപോവുക. അപ്പം അത് ദൂത് പോവുകയാണ്. ഒരൊറ്റ വേദ മന്ത്രത്തിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. ആദ്യമുണ്ടാക്കിയത് ഘർഷണത്തുനിന്നും പിന്നെ ദൂത് പോകുന്ന അവസ്ഥ വരെ എനർജി രൂപാന്തരം പ്രാപിച്ച് മനുഷ്യർ ഉപയോഗിക്കുകയാണ്. ഇനി 2 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 96-2 സപൂർവയാ നിവിത കാവ്യതായോർ ഇമാ പ്രജ അജനയന്മനൂനാം വിവസ്വതാ ചക്ഷസാദ്യാമപ ദേവ അഗ്നിം ധാരയൻ ദ്രവിണോദാം. അഗ്നി പ്രാചീനങ്ങളായ സ്തുതിമന്ത്രങ്ങളാൽ പ്രജകളെ സൃഷ്ടിച്ചു. ആകാശ അന്തരീക്ഷങ്ങളെ തേജസ്സിനാൽ നിറച്ചു. ധനദാതാവായ അഗ്നിയെ ദേവഗണങ്ങൾ ദൂതനായിട്ട് അംഗീകരിച്ചു. അഗ്നി പുരാതന കാലത്തെ നിയമങ്ങൾ, സ്തുതികൾ എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ, വേദമന്ത്രങ്ങൾ, സയൻസ്. പണ്ട് കാലത്തെ സയൻസ് എല്ലാം ആദ്യമുണ്ടായത് സയൻസാണ്. ഏറ്റവും പഴഞ്ചൻ എന്താണെന്ന് ചോദിച്ചാൽ സയൻസാണ്. സയൻസ് എല്ലാം ഉണ്ടായത് സൃഷ്ടിയുടെ സമയത്താണ്. ആ സയൻസ് ഉപയോഗിച്ചിട്ടാണ് സൃഷ്ടി നടത്തിയിരിക്കുന്നത്. അപ്പം സ്തുതിമന്ത്രങ്ങളാൽ പ്രജകളെ സൃഷ്ടിച്ചു. അപ്പം മനുഷ്യരെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ യുക്തിവാദികൾ പറയും പരിവർത്തനത്തിലൂടെയാണെങ്കിലും ആ ജനിതക ഘടനയിൽ മാറ്റം സംഭവിക്കുന്നതിന് അഗ്നിയാണ് പങ്കെടുക്കുന്നത്. നമുക്ക് പെട്ടെന്നത് കെമിസ്ട്രി പഠിച്ചവർക്കേ മനസ്സിലാവുകയുള്ളൂ. അത് ക്വാണ്ടം മെക്കാനിക്സിലെല്ലാം ക്വാണ്ടം ഓഫ് എനർജി ഉണ്ട് ഒരാറ്റത്തിൽ. ഇന്റേണൽ എനർജി ഉണ്ട്. എൻട്രോപ്പി, എൻട്രാൽപ്പി എന്നെല്ലാം പറഞ്ഞ് കുറേ സംഗതികളുണ്ട്. എൻട്രോപ്പി, എൻട്രാൽപ്പി എന്നെല്ലാം പറഞ്ഞത് അതെല്ലാം ഇന്റേണൽ എനർജി ആയിട്ട് തെർമോഡൈനാമിക്സ് ഇങ്ങനെയെല്ലാം കുറേ വിഷയങ്ങളുണ്ട്. അവിടെ ഒരു ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേരണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഊർജം വേണം. ആ ഊർജം ആവശ്യമാണ്. അത് അധികമാണെങ്കിൽ നമ്മൾ കൊടുക്കണം. എൻഡോതെർമിക് റിയാക്ഷൻ. ഇത് രണ്ടും കൂടിച്ചേരുമ്പോൾ ആ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിൻ്റെ എനർജി അത്ര ഇല്ലെങ്കിൽ അത് എനർജിയെ പുറത്തേക്ക് വിടും. അതാണ് എക്സോതെർമിക് റിയാക്ഷൻ. അപ്പം ആ ഊർജം, 2 സാധനങ്ങൾ കൂടിച്ചേർന്നതിന് കെമിസ്ട്രിയിൽ ഒരു പ്രത്യേക ഊർജം വേണം. അത് അഗ്നിയാണ് നൽകുന്നത്. അപ്പോൾ ജനിതക ഘടനയിലും ക്രോമസോമുകളിലെല്ലാം മാറ്റം സംഭവിക്കണമെങ്കിൽ പ്രത്യേക ടെമ്പറേച്ചർ വേണം. ആ ടെമ്പറേച്ചർ എൻസൈംസിൻ്റെ എല്ലാം സഹായത്താലാണ്, അല്ലെങ്കിൽ കാറ്റലിസ്റ്റിൻ്റെ സഹായത്താലെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ A+B ഗീവ്സ് C+D പ്ലസ് ഓർ മൈനസ് ഇത്ര കലോറി എന്ന് പറയും. ഊർജം എടുക്കുകയോ ഇരിക്കുകയോ, ഓരോ റിയാക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ
പ്രത്യേക ഊർജ്ജം വേണം. നമുക്കറിയാലോ, വെള്ളം തിളക്കണ്ടെങ്കിൽ 100 ഡിഗ്രി തന്നെ വേണം, 99 തിളക്കില്ല. അപ്പം ടെമ്പറേച്ചറാണ് രണ്ട് വസ്തുക്കൾ കൂടണോ കൂടണ്ടേ, കൂടിച്ചേർന്നാൽ ഏത് രൂപത്തിലാകണം എന്നതെല്ലാം ജനിതക മാറ്റത്തിലൂടെ, ജീവജാലങ്ങൾ പരിവർത്തനത്തിലൂടെ ആയാലും എന്തിലൂടെ ആയാലും ഉണ്ടാകണമെങ്കിൽ അതിൽ അഗ്നിയാണ് പങ്കെടുക്കുന്നത്. പ്രജകളെ സൃഷ്ടിച്ചു. അപ്പം പ്രജകൾ ഉണ്ടായിരിക്കുന്നത് അഗ്നിയിലൂടെയാണ്. ഈ പ്രപഞ്ചമുണ്ടായതും അഗ്നിയാണ്. ആദ്യമുണ്ടായത് ഊർജമാണ് ദ്രവ്യമായിട്ട് മാറിയത്. E=mc². ദ്രവ്യവും ഊർജവും അതിനെ ഇന്റർചേഞ്ചബിളാണ്. കുറച്ച് സയൻസിലൂടെ പോകുമ്പോൾ സയൻസ് അറിയുന്നവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ അങ്ങനെ പോകുമ്പോൾ വേറെ ചില പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് നാടൻ ഭാഷയിൽ കുട്ടി അങ്ങ് പോകാം. ആകാശങ്ങളും അന്തരീക്ഷത്തെയെല്ലാം തേജസ്സായി നിറച്ചത് അഗ്നിയാണ്. ഈ ആകാശവും അന്തരീക്ഷം എല്ലാം ഉണ്ടായിരിക്കുന്ന, ആകാശത്തിൽ മേഘങ്ങൾ കാണുന്നത് എല്ലാം ഉണ്ടായിരിക്കുന്ന എന്താണ്? അഗ്നിയാണ്. സൂര്യൻ്റെ ചൂട് കൊണ്ടാണ് ഇവിടുന്ന് ഉയർന്നിട്ട് മേഘമായി മാറിയിരിക്കുന്നത്. ആകാശത്തിൽ വെളിച്ചം വന്നിരിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. സൂര്യനിൽ നിന്ന് വെളിച്ചോ അഗ്നി എങ്ങനെ ഉണ്ടാകുന്നത്? സൂര്യനിലുള്ള കത്തലുള്ള രാസപ്രവർത്തനത്തിലൂടെ താപോർജവും ലൈറ്റ് എനർജിയെല്ലാം അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ അഗ്നിയാണ്. ധനദാതാവായ അഗ്നിയെ, അങ്ങനെ ധനം നൽകുന്ന അഗ്നിയെ ദേവകൾ ദൂതനായി നിയമിച്ചു. ധനം നൽകുന്ന അഗ്നിയെ ദൂതനായി നമ്മൾ നിയമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൂതനായി അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ ദൂത് പോകാൻ ദൂത് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് ഏറ്റവും അനുയോജ്യമായത് ഊർജമാണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഇപ്പം ലോകത്തിലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് ദേവന്മാർ നിയമിച്ചിരിക്കുന്നത്. അതുപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമും ഇൻ്റർനെറ്റും ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപകളാണ്, ധനമാണ് നേടിത്തരുന്നത്. ദൂതൻ എന്ന നിലയിൽ ധനം നേടിത്തരുന്നു. ഏറ്റവും അധികം വരുമാനമുള്ള പരിപാടി എന്താണ്? ഇൻ്റർനെറ്റ്. ഓരോ മൊബൈലും ചാർജ് ചെയ്യുമ്പോൾ പൈസ പോകുന്നവർക്കറിയാം. പണം പോവുകയല്ലേ? ഇങ്ങനെയല്ലാണ് പണം പോകുന്നത്. ആ പണം ആർക്ക് കിട്ടുന്നത്? ആ സയൻസ് സപ്ലൈ ചെയ്യുന്നവർ. അപ്പം അത് ധനം വാരിക്കേറി കോരി കൊടുക്കുകയാണ്. ഇനി 3 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 96 3. തം ഈളിത പ്രഥമം യജ്ഞസാധം വിഷ ആരിർ ആഹൂതം ഋഞ്ചസാനം ഊർജപുത്രം ഭരതം ശ്രീപ്രധാനം ദേവാമഗ്നിം ധാരയൻ ദ്രവിണോദാം. യജ്ഞത്തെ പൂർണ്ണമാക്കുന്ന മനുഷ്യർ ഹവിസിനാൽ പൂജിക്കപ്പെടുന്നവനും അഭീഷ്ടദായകനും ബലപുത്രനും പാലകനും ധാതാവുമായ അഗ്നിയെ പൂജിക്കുന്നു. ദേവഗണം ധനദാതാവായ അഗ്നിയെ ദൂതനായി അംഗീകരിച്ചിരിക്കുന്നു. മനുഷ്യരെ യജ്ഞത്തെ പൂർണ്ണമാക്കുന്ന നിങ്ങൾ മനുഷ്യരുടെ യജ്ഞം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ യജ്ഞത്തെ പൂർണ്ണമാക്കണ്ടെങ്കിൽ ഒരു ചെറിയ യജ്ഞം എന്നാണ് ചോറ് വെക്കുന്നതിന്, തിന്നൽ കഴിച്ചിട്ടില്ലേ ബാക്കിയുള്ളൂ. ആ യജ്ഞത്തെ പൂർണ്ണമാക്കണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള അഗ്നി കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ചോറ് വേവില്ല. അപ്പം യജ്ഞത്തെ പൂർണ്ണമാക്കുന്ന നിങ്ങൾ ഹവിസ്, നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾ, അരിയും വെള്ളമല്ല. ഹവിസിന് ആരെ പൂജിക്കണം? അഗ്നിയെ പൂജിക്കുകയും നമ്മുടെ അഭിഷ്ടങ്ങളെല്ലാം സാധിച്ചു തരുന്ന അഗ്നിയെ, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരും. അഗ്നി ഉപയോഗിച്ചാൽ, ഊർജം ഉപയോഗിച്ചാൽ എല്ലാം. കാരണം ചൂടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയോട് പറഞ്ഞാൽ മതി, ഫാന് തിരിച്ചിട്ട് നമുക്ക്
തണുപ്പുണ്ടാകട്ടെ. അഭിഷ്ടദായകനും ബലപുത്രനും. ആദ്യമായി ജനിച്ച എങ്ങനെയാണ്? ബലപ്രയോഗത്തിലാണ്. ഉരസീറ്റാണ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്തത്. പാലകനും, നമ്മളെ പരിപാലിക്കുകയാണ്. അഗ്നിയാണ് നമ്മളെ പരിപാലിക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് പോലും എപ്പോഴും നിയന്ത്രിച്ച് നിർത്തി തന്നിരിക്കുകയാണ്. ഒരു പ്രത്യേക ചൂട് അഗ്നിയാണ് നിയന്ത്രിക്കുന്നത്. ആ ചൂട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിൽ കൂടിപ്പോയാൽ പനിയാണ്, കുറഞ്ഞു പോയാൽ വറവരും. നമ്മളെ പാലിക്കുന്നവനും ധനദാതാവുമായ, നമുക്ക് പണം നേടിത്തരുന്നത് ഊർജത്തിലൂടെയാണ്. അധ്വാനിച്ചാൽ, ബലം പ്രയോഗിച്ചാലല്ലേ, ബലം ഉപയോഗിച്ചാലല്ലേ പണം ഉണ്ടാക്കാൻ പറ്റും. അഗ്നിയെ പ്രധാന രൂപത്തോടു കൂടി പൂജിക്കുവാൻ, അതിൻ്റെ പ്രധാന രൂപം ഏതാണ്? ഇന്ന് ഏറ്റവും പ്രധാന രൂപം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക്, ഇലക്ട്രോ മാഗ്നറ്റിക്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നെല്ലാം പറയുന്നതിന് ഉപയോഗിക്കുന്ന അഗ്നി. എന്നിട്ട് അവസാനം എന്ത് തന്നെയാണ് പറയുന്നത്? ധനദാതാവായ അഗ്നിയെ ദൂതനായി നിയമിച്ചിരിക്കുന്നു. എല്ലാത്തിൻ്റെ അടിയിലും ദൂതനായി നിയമിച്ചിരിക്കുന്നു. അതായത് അവസാനം നമ്മൾ അഗ്നി ഉപയോഗിച്ച് ഏറ്റവും ഉയർന്ന സ്റ്റേജ് എത്തുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, നെറ്റ്വർക്ക് എല്ലാം. അതാണ് പണം നേടാനുള്ള ഏറ്റവും വലിയ ഉപായം. IT എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഏതിലാണ് ഈ കിടക്കുന്നത്? നെറ്റ്വർക്ക്. ഇന്നലെ ലോകം പുരോഗമിച്ച ഏറ്റവും, അതിനെ ആരാണ് ആ നിലയിലേക്ക് നിയമിച്ചിരിക്കുന്നത്? ദേവഗണങ്ങൾ, സൃഷ്ടി നടത്തിയ ശക്തി ഈ അഗ്നിയെ ദൂതനായിട്ട് നിയമിച്ചിരിക്കുന്നു. നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ദൂതനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി 4. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 96 4. സ മാതിരശ്വാ പുരുവാര പുഷ്ടിർ വിദ്ഗാതും തനയായ സർവേത് വിഷാം ഗോപാജനിത രോദസ്യൂർദേവ അഗ്നിം ധാരയന്ദ്രവിണോദാം. അനേകം ആളുകളാൽ വരണീയനും പോഷകനും രക്ഷകനും ആകാശ പൃഥ്വികളുടെ ഉൽപ്പത്തികർത്താവുമായ മാതിരിശ്വാഗ്നി സ്വർഗപദം പ്രാപിച്ചിരിക്കുന്നു. ദേവഗണം ധനദാതാവായ അഗ്നിയെ തന്നെ ദൂതനായി അംഗീകരിച്ചിരിക്കുന്നു. അനേകം വരിക്കുന്നതും എല്ലാവരും അഗ്നിയെ വേണം. അഗ്നി വേണ്ടാതെ ആർക്കാണുള്ളത്? എല്ലാവർക്കും വേണം. എല്ലാ ആൾക്കാർക്കും, പട്ടിക്കും പൂച്ചക്കും എല്ലാം അഗ്നി ഉണ്ടെങ്കിൽ ആ ഊർജം വേണം. അതിനല്ലേ അത് തിന്നുന്നത്, അതിന് ശക്തി കിട്ടാൻ വേണ്ടി. പോഷകൻ, അവരെല്ലാം പോഷിപ്പിക്കുന്ന ആരാണ്? അഗ്നി തന്നെയാണ്. രക്ഷിക്കുന്നതാണ്. നമ്മളെ രക്ഷിക്കുന്ന ആരാണ്? നമ്മൾ ചത്തോ നോക്കാൻ കൈപിടിച്ച് നോക്കിയേ, ഓ ചൂട് പോയി, ചത്തു. അപ്പം നമ്മളെ രക്ഷിക്കുന്ന ആര് തന്നെയാണ്? അഗ്നി തന്നെയാണ്. ആകാശപൃഥ്വികളെയെല്ലാം നിർമ്മിച്ചവനും, ആകാശത്തെയും ഭൂമിയെല്ലാം നിർമ്മിച്ച ഏതിൽ നിന്നാണ്? പ്രപഞ്ചം ആദ്യം ഉണ്ടായിരിക്കുന്ന അഗ്നിയാണ്, ഊർജമാണ്. ഊർജമാണ് ദ്രവ്യമായിട്ട് മാറിയത്, ഈ പ്രപഞ്ചമെല്ലാമായിട്ട് മാറിയത്. അതും അഗ്നി തന്നെ. അത് സ്വർഗപദം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അത്രയും ഉന്നതിയിലാണ് അഗ്നിയുടെ സ്ഥാനം. ദേവഗണം ധനദാതാവായ അഗ്നിയെ ദൂതനായി നിയമിച്ചു. എന്നിട്ടും പറയുകയാണ് ധനം നൽകുന്ന അഗ്നിയെ ദൂതനായിട്ട്. ധനം നൽകുന്ന അഗ്നി ഏതാണ്? ദൂതനായി പോകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അതായത് ഇന്നത്തെ ആധുനിക കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇൻ്റർനെറ്റ്, എല്ലാം IT എന്നെല്ലാം പറയുന്നതിൻ്റെ അടിസ്ഥാനം ദേവകളന്ന് ദൂതനായിട്ട് നിയമിച്ചതുകൊണ്ടാണ്. ഇനി 5. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 96 5. നക്തോഷസാം വർണ്ണം ആമേമ്യാനേ ധാപയേതേ ശിശുമേഘം സമീചി ദ്രാവാക്ഷാമാരുഗ്മോ അന്തർവിഭാതി ദേവാ അഗ്നിം ധാരയന്ദ്രവിണോദാം. ഒന്ന് മറ്റൊന്നിൻ്റെ വർണ്ണരൂപ അസ്തിത്വത്തെ തുടച്ചു മാറ്റിക്കൊണ്ട്
ഉഷസ്സും രാത്രിയും ഒരു ശിശുവായ അഗ്നിയെ പാലിക്കുന്നു. ആ ശിശു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയ്ക്ക് പ്രദീപ്തമാകുന്നു. അതിനെ ദേവകൾ വഹിക്കുന്നു. ഒന്ന് മറ്റൊന്നിനെ തുടച്ചു മാറ്റിക്കൊണ്ട്, അതിൻ്റെ വർണ്ണരൂപങ്ങളെ തുടച്ചു മാറ്റിക്കൊണ്ട്. എന്താണ് വർണ്ണരൂപം? തുടച്ചു മാറ്റുന്നത് എന്താണ്? ദിനരാത്രങ്ങൾ. പകല് ഉഷസ്, രാത്രിയെ, ഇരുട്ടിനെ, ആ കറുത്ത നിറത്തെ തുടച്ചു മാറ്റിക്കൊണ്ട് ഉഷസ് വരും. രാത്രിയാകുമ്പോൾ ഇരുണ്ട നിറം വെളുത്ത നിറത്തെ ഉഷസ്സിനെ മാറ്റിക്കൊണ്ട് ഇരുട്ടുണ്ടാക്കുന്നു. അപ്പം ദിനരാത്രങ്ങളെയാണ് ഉദ്ദേശിച്ചത്. ഒന്ന് മറ്റൊന്നിനെ തുടച്ചു മാറ്റിക്കൊണ്ട് ഉഷസ്സും രാത്രിയും അഗ്നിയെ പരിപാലിക്കുന്നു. അഗ്നിയാകുന്ന ശിശുവിനെ പരിപാലിക്കുന്നു. അപ്പോൾ അഗ്നി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പകല് സൂര്യൻ്റെ ഡയറക്റ്റുള്ള അഗ്നി നമുക്ക് കിട്ടുന്നു, ചൂട് നമുക്ക് സൂര്യനിൽ നിന്ന് നേരിട്ട് കിട്ടുന്നു. രാത്രിയാകുമ്പോൾ പകലിൽ കിട്ടിയ ചൂടിനെ രാത്രി പരിപാലിച്ചിട്ട് നമുക്ക് തരുന്നു. രാത്രി നമുക്ക് ചൂട് കിട്ടുന്നുണ്ട്, പക്ഷെ അത് എവിടുന്ന് കിട്ടിയ ചൂടാണ്? പകൽ ഭൂമിയിൽ പതിച്ച ഊർജത്തെയാണ് പ്രകൃതി രാത്രി സംരക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് തരികയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ രാത്രിയാകുമ്പോഴേക്ക് എല്ലാം മരവിച്ച് പോകേണ്ടതാണ്. അങ്ങനെയില്ല. ആ ചൂട് നമ്മളിപ്പോൾ ഒരു ഇരുമ്പിനെ ചൂടാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തണുത്തു പോകും. പക്ഷേ ഭൂമിയിൽ പതിക്കുന്ന ഈ ചൂടിനെ ഭൂമി രാത്രി കാലത്ത് രാത്രി എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിച്ചിട്ട് നമുക്ക് നൽകുന്നുണ്ട്. ആ ശിശു ആകാശത്തിൻ്റെയും ഭൂമിയുടെ ഇടയ്ക്ക് പ്രദീപ്തമാകും. ആ അഗ്നി ആകാശത്തിൻ്റെയും ഭൂമിയുടെ ഇടയ്ക്ക് എപ്പോഴും എന്തുണ്ട്? ആ ചൂട്, ആ അഗ്നി എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രാത്രിയുണ്ട്, പകലുമുണ്ട്. പകല് നമുക്ക് ചൂടുണ്ട്, അത് സൂര്യന് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി പക്ഷെ അങ്ങനെ വേറെ വരാനില്ല. അപ്പം ഈ അഗ്നിയാണ്, രാത്രിയുടെ കൈമലുള്ള അഗ്നി, സംരക്ഷിച്ച് വെച്ച അഗ്നിയാണ് നമ്മളെ രക്ഷിക്കുന്നത്. അതെല്ലാം ദേവകൾ വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ദേവകളാണ് ഇതിനെയെല്ലാം വഹിക്കുന്നത്. ഏതിലാണ് ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെല്ലാം ദേവതകളാണ്. ഭൂമിയിൽ ഒരു പ്രത്യേകതരം പ്രതിഭാസത്തിലൂടെയാണ് ഈ ചൂടിനെ ഭൂമി നിലനിർത്തി വെക്കുന്നത്. ഭൂമിയിൽ പതിച്ച ചൂട് പോകാതെ ചെടികളെല്ലാം അതിനെ സംരക്ഷിക്കുന്നുണ്ട്, പ്രകൃതി സംരക്ഷിക്കുന്നുണ്ട്. പ്രകൃതി ദേവതകളാണ്. അപ്പം ആരാണ് ഈ പകല് കിട്ടുന്ന സൂര്യൻ്റെ ചൂടിനെ സംരക്ഷിച്ചു വെക്കുന്നത്? പ്രകൃതിയാണ്. പല ദേവതകളാണ്. ചെടികളും എല്ലാം അന്തരീക്ഷത്തിൻ്റെ ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ട്, ഭൂമിയിൽ പതിച്ച ചൂട് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം സഹകരിക്കുന്നുണ്ട്. അതായത് അങ്ങനെ സഹകരിക്കുന്ന എല്ലാ വസ്തുക്കളെയാണ് ഇവിടെ ദേവതകളെന്ന് പറഞ്ഞത്. ഇനി 6 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 96 6. രായോ ബുധ്ന സംഗമനോ വസൂനാം യജ്ഞസ് കേതുർമന്മസാധനോ വേ അമൃതത്വം രക്ഷമാണാസ ഏനം ദേവ അഗ്നിം ധാരയൻ ദ്രവിണോദാം. ഐശ്വര്യ കാരണരൂപനും ധനസ്ഥാനനും യജ്ഞത്തിൻ്റെ ധ്വജരൂപനുമായ അഗ്നി മനുഷ്യരുടെ അഭീഷ്ടങ്ങൾ സാധിക്കുന്നു. അമരത്വരക്ഷകനായ ദേവകൾ ഇദ്ദേഹത്തെ തന്നെ സേവിക്കുന്നു. ഐശ്വര്യകാരണരൂപനും എല്ലാറ്റിൻ്റെയും ഐശ്വര്യമാണ്. ധനസ്ഥാനവും, ധനം ഇരിക്കുന്നത് അവനിലാണ്. നമ്മൾ യജ്ഞം ചെയ്ത് കഴിഞ്ഞാൽ ധനം കിട്ടും. അധ്വാനിച്ച പണം കിട്ടും. അധ്വാനിക്കേണ്ടിക്കുന്നത് വേണം, ഊർജം വേണം, ശക്തി വേണം. അതുകൊണ്ട് യജ്ഞത്തിൻ്റെ ധ്വജരൂപമാണത്.
അതിനെ എല്ലാ യജ്ഞങ്ങളുടെയും ധ്വജരൂപമായിട്ടാണ് അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതെന്ത് ചെയ്യുന്നു? മനുഷ്യരുടെ അഭിഷ്ടങ്ങൾ സാധിപ്പിക്കുന്നതിൽ സമർത്ഥരാണ്. നമ്മൾ എന്താഗ്രഹം വേണ്ടിയിട്ട് അത് സാധിപ്പിച്ചു തരും. ആകാശത്തിലേക്ക് പോകണം, സ്വർഗത്തിൽ അല്ല ചന്ദ്രനിലേക്ക് പോകണം, അത് സാധിപ്പിച്ചു തരും. അഗ്നിവിദ്യ ഉപയോഗിച്ചാണ് നേരെ അങ്ങ് പോകാം. എന്ത് ചെയ്യേണ്ടി ഊർജം വേണമല്ല. ഇനി അമരത്വ രക്ഷകരായ ദേവകളെല്ലാം ഇദ്ദേഹത്തെ തന്നെയാണ് സേവിക്കുന്നത്. പ്രപഞ്ചത്തിലുള്ള ആര് ദേവകളായാലും അഗ്നിയെ ഉപയോഗിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കുന്നത്. ഇപ്പം സൂര്യൻ ഭൂമിയിലെ ജലത്തെ ഉയർത്തണ്ടിക്കൽ അഗ്നിയോട് പറയും, പോയിട്ട് ചൂടാക്കിയിട്ട് വെള്ളത്തെ അങ്ങ് ഉയർത്തിക്കൊള്ളും. ദേവതകൾ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് ആശ്രയിക്കുന്നത്. വെള്ളം പറയുകയാണ് എനിക്ക് മഞ്ഞാകണം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലെ അഗ്നി പുറത്തേക്ക് പോകും, അപ്പോൾ അത് മഞ്ഞ് കട്ടയാണ്. വെള്ളം പറയുകയാണ് എനിക്ക് തിളക്കണമെന്ന്, അപ്പം അഗ്നി വെള്ളത്തിൽ കയറിയിട്ട് ചൂടാക്കി തിളപ്പിക്കും. ഇനി 7 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 96 7 നൂ ച പുരാ ച സദനം രയീണാം ജാതസ്യ ച ജായമാനസ്യ ച ക്ഷാം സതശ്ച ഗോപാം പവതശ്ച ഭൂരേർ ദേവ അഗ്നിം ധാരയൻ ദ്രവിണോദാം. ഇപ്പോഴും പണ്ടും അഗ്നി ധനത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനമാണ്. ജനിച്ചതും ജനിക്കാനിരിക്കുന്നതുമായ എല്ലാ ജീവികളുടെയും രക്ഷകനും ധനദാതാവുമായ അഗ്നിയെ ദേവഗണം സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോഴും പണ്ടും അഗ്നി ധനത്തിൻ്റെ കേന്ദ്രമാണ്. പണത്തിൻ്റെ കേന്ദ്രം ഇന്ന് ആയാലും പണ്ട് കാലത്തായാലും ധനം കിട്ടണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കണം. ധനം എങ്ങനെ അധ്വാനിച്ചാലേ കിട്ടും. അതിന് അഗ്നി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പം അത് അന്നും ഇന്നും ധനത്തിൻ്റെ കേന്ദ്രം അഗ്നി തന്നെയാണ്. ജനിച്ചതും ഇനി ജനിക്കാനിരിക്കുന്നതുമായ എല്ലാ ജീവികളുടെയും രക്ഷകൻ അഗ്നി തന്നെയാണ്. ഇതുവരെ ജനിച്ചതും ഇനി ജനിക്കാൻ പോകുന്ന ജനങ്ങളുടെയും രക്ഷകനാരാണ്? അഗ്നിയാണ്. ധനദാതാവ് ആരാണ്? അവർക്ക് ധനം നേടിക്കൊടുക്കുന്നതും അഗ്നിയാണ്. അധ്വാനത്തിലൂടെയാണ് ധനം ഉണ്ടാക്കാൻ പറ്റുക. അവരും അധ്വാനിക്കാതെ ജീവിക്കാൻ പറ്റുമോ? അപ്പം അതിന് അഗ്നിയെ തന്നെ ആശ്രയിക്കണം. ഇനി 8 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 96 8 ദ്രവിണോദാ ദ്രവിണസസ്തുരസ്യ ദ്രവിണോദാ സനരസ്യ പ്രയംസത് ദ്രവിണോദാ വീരവതീമിഷം നോ ദ്രവിണോദാ രാസദേ ദീർഘമായുഃ. ധനദാതാവായ അഗ്നി നമുക്കായി ധനം നൽകുന്നു. അവൻ നമുക്ക് വീരതായുക്തമായ ധനവും സന്താനങ്ങളും അന്നം മുതലായവയോടുകൂടിയ ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. അഗ്നിയോട് പറയുകയാണ്, നീ നമുക്ക് ധനം നൽകണേ. കാരണം നമുക്ക് ധനം നൽകണ്ടെങ്കിൽ അധ്വാനിക്കുമ്പോൾ ധനം നൽകണ്ടെങ്കിൽ അധ്വാനിക്കാൻ ഊർജ്ജം ഉണ്ടെങ്കിലേ പറ്റൂ. ശക്തി നൽകും. വീരതായുക്തമായ ധനം നല്ല, അതായത് കള്ളപ്പണമൊന്നും വേണ്ട. അധ്വാനിച്ച് നേടുന്ന പണം നമുക്ക് നേടിത്തരണം. അധ്വാനിക്കാതെ നേടുന്നതിന് അധികം അഗ്നിയൊന്നും വേണ്ട. മോഷ്ടിക്കുന്നതിന് വലിയ അഗ്നിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എന്നാലും വേണം, ശരീരത്തിൻ്റെ ശക്തി വേണമല്ലോ. മോഷ്ടിക്കണമെങ്കിലും മതിലെല്ലാം എടുത്ത് ചാടണ്ടേ. അപ്പോൾ ഊർജം വേണം, ശക്തി വേണം. ഭക്ഷണം കഴിക്കാതെ എങ്ങനെയാണ്? എന്നാലും വീരയുക്തമായ ധനം എന്താണ്? അധ്വാനിച്ച് പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ നേടുന്ന ധനം. സന്താനങ്ങളെ നൽകണം. സന്താനം ഉണ്ടാണെങ്കിലും ആ അണ്ടവും ബീജവും കൂടിച്ചേരുന്ന രാസപ്രവർത്തനത്തിൽ ഒരു പ്രത്യേക ഊർജമുണ്ട്. അത്രയും സൂക്ഷ്മമാണ് ആ അഗ്നിയുടെ പ്രവർത്തനം. സന്താനങ്ങളെ നൽകണം, അന്നം നൽകണം. അല്ലെങ്കിൽ എന്താ ചോറെല്ലാം ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ എല്ലാം
അതോടുകൂടി നമുക്ക് ദീർഘായുസ്സും പ്രദാനം ചെയ്യണം. നമ്മളെ പ്രശ്നങ്ങളെല്ലാം തീരുമ്പോൾ നമ്മൾ ആയുസ്സും എന്തായിരിക്കും? ദീർഘായുസ്സും കിട്ടും. ഇനി 9. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 96 9. ഏവാനോ അഗ്നേ സമിധ വ്യധാനോ രേവത് പാവക ശ്രവസേ വിഭാഹി തന്നോ മിത്രോ വരുണോ മമാകാന്ത അതിഥി സിന്ധു പൃഥ്വി ഉദദ്യൗഹു. അഗ്നി ഞങ്ങളുടെ ഇന്ധനത്താൽ വൃത്തി പ്രാപിച്ച് യശപൂർണനായി പ്രദീപ്തൻ ആകുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന മിത്രനും വരുണനും അതിഥിയും സമുദ്രവും പൃഥിവിയും ആകാശവും അനുമോദിക്കുന്നു. അഗ്നിയോട് പറയാണ്, നമ്മൾ ഇന്ധനത്താൽ വൃദ്ധി പ്രാപിച്ച് നമുക്ക് ഇഷ്ടമാതിരി ഇന്ധനം ലഭിച്ചിട്ട് വൃദ്ധി പ്രാപിക്കണം. അപ്പം വൃദ്ധി പ്രാപിക്കേണ്ടിക്ക് ഇന്ധനം കൂടിയേ തീരും. അതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ പല രാഷ്ട്രങ്ങളെ ആശ്രയിച്ചിട്ട് അവരുടെ ഇന്ധനം മോഷ്ടിക്കാൻ വേണ്ടി നടക്കുന്നത്. ലോകമഹായുദ്ധങ്ങളെല്ലാം ഇപ്പോൾ ഇന്ധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ധനത്തിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത്. ഞങ്ങളുടെ ഇന്ധനത്തിൻ്റെ വ്യാപ്തി വൃദ്ധി ഉണ്ടാക്കി തരണേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന നമ്മൾ അഗ്നിയോട് ഇത് പ്രാർത്ഥിക്കുമ്പോൾ മിത്രനും വരുണനും അതിഥിയും സമുദ്രവും പൃഥ്വിയും ആകാശവും അനുമോദിക്കണേ. നമ്മൾ അനുമോദിക്കും. അവൻ ബുദ്ധിമാനാണ്. അവൻ ചോദിക്കേണ്ട ആൾക്കാരോട് തന്നെയാണ് ചോദിക്കുന്നത്, നമ്മളോടല്ല ചോദിക്കുന്നത്. അഗ്നിയോടാണ് പറയുന്നത്, നീ ഇഷ്ടം മാതിരി അഗ്നി നമുക്ക് ഊർജം, നമുക്ക് ഇന്ധനം നമുക്ക് നൽകണേ എന്ന് പറയുമ്പോൾ ഇവരെല്ലാം നമ്മളെ അനുമോദിക്കട്ടെ എന്ന്. എന്തിനു വേണ്ടിയാണ് അനുമോദിക്കുന്നത്? ഇന്ധനം എന്തിനാണ്? നമുക്ക് അധ്വാനിക്കാൻ വേണ്ടി പല യത്നങ്ങൾ, പുതിയ പുതിയ യത്നങ്ങൾ ചെയ്യാൻ. അതെല്ലാം കാണുമ്പോൾ ഇവരെല്ലാം സന്തോഷിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ അധ്വാനിച്ച് ജീവിക്കുകയാണ്. അവർ നമ്മളെ എല്ലാ ദേവതകളും നമ്മളെ അനുമോദിക്കും.